عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. يا أصحاب الوقت أبتدئ هذا المجلس بحكم النيابة عنكم. وما رميت إذ رميت ولكن الله رمى. ആദരണീയരായ സയ്യിദ് അലി ഉസ്താദ് അവറുകൾ, നമ്മുടെ മഅദിൻ സ്ഥാപനത്തിൻ്റെ അക്കാദമിക് ഡയറക്ടർ നൗഫൽ സാർ, അറബിക് അക്കാദമിയുടെ പ്രിൻസിപ്പൽ അബ്ദുസ്സമദ് ഉസ്താദ് അവറുകൾ, മറ്റു സ്റ്റേജിലുള്ള ഉസ്താദുമാർ, അധ്യാപകന്മാർ, രക്ഷിതാക്കൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, 2 ദിവസം മനോഹരമായിരുന്നു നമ്മുടെ ഈ വേദി. സൈടെക്കിലെയും മാജിക്സിലെയും നമ്മുടെ മക്കൾ അവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ, കലകളെ പ്രൗഢമായ രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് പരസ്പരം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത മനോഹരമായ ഈ വേദി. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലെ 1-ാമത്തെ ദിവസം മുതൽക്ക് തുടങ്ങി വെച്ച നമ്മുടെ മൗലിദിന്റെ മജ്ലിസിന്റെ സമാപനത്തോടൊപ്പം തന്നെ ഈ മക്കളെല്ലാം ചേർന്ന് 1 കോടി സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലി തീർത്തു എന്ന് പറയുമ്പോൾ ഈ മജ്ലിസിന്റെ കനം, ഇതിന്റെ മഹത്വം, ഇതിന്റെ അളമത്ത് എന്തുമാത്രമുണ്ട് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. ഒന്നരായ ബദറു സാദാത്ത്, മഅദിൻ സമുച്ചയത്തിന്റെ അമരക്കാരൻ, നമ്മുടെയൊക്കെയും വഴികാട്ടിയും മാർഗദർശിയുമായ ഉസ്താദ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കു ശേഷം ഈ മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംരംഭങ്ങളുടെയും സമാപന പ്രാർത്ഥനയ്ക്കു വേണ്ടിയും നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഈ മജ്ലിസിലേക്ക് എത്തിച്ചേരുന്നതാണ്. സ്വലാത്ത് എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ഐക്കൺ തന്നെ. അതിലൂടെയാണ് ഈ സ്ഥാപനം ഈ സമുദായത്തിന്റെ മുൻപിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വിസ്മയകരമായ അത്ഭുതാവഹമായ മാറ്റങ്ങളും ഒരുപാട് നന്മകളും ഈ ഉമ്മത്തിന് സമ്മാനിച്ച മഅദിൻ അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം, ഇതിന്റെ ഫൗണ്ടേഷൻ അത് സ്വലാത്തിലൂടെയാണ്. ഇതിന്റെ സ്ട്രക്ചറുകൾ സ്വലാത്തിലൂടെയാണ്. ഇതിന്റെ പ്രസരണങ്ങൾ സ്വലാത്തിലൂടെയാണ്. ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയും സ്വലാത്ത് മയത്തിലൂടെയാണ്. മറ്റെവിടെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു വ്യാഴവട്ടക്കാലം സ്വലാത്ത് തുടർച്ചയായി ചൊല്ലി അതിൽ നിന്ന് ആവോളം എനർജികൾ ആവാഹിച്ചെടുത്തതിന്റെ ശേഷമാണ് മഅദിൻ അക്കാദമി എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപനത്തിന് ശിലമാകുന്നത് തന്നെ എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് മറ്റെവിടെയും നമുക്ക് കാണാനില്ലാത്ത വിധത്തിലുള്ള അഭൂതപൂർവമായ വളർച്ച
ഈ സ്ഥാപനത്തിന്റെ എല്ലാ ശിഖരങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ മുസ്തഫായ മുത്തുനബിയുടെ പേരമക്കളിൽപ്പെട്ട വന്യരായ ബദറു സാദാത്ത് എല്ലാറ്റിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് ഇത് ഗൈഡ് ചെയ്യുകയും ഈ സ്ഥാപനത്തെയും സ്ഥാപനത്തിലുള്ള മക്കളെയും സ്ഥാപനത്തിന്റെ ഗതിവിഗതികളെയും നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും അതിനൊക്കെയും തന്നെ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ദൈനംദിനം എന്ന രൂപത്തിൽ സന്നിവേശിപ്പിക്കുക എന്നതാണ് ബദറു സാദാത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ വിദ്യാർത്ഥികളിൽ മാത്രമല്ല, 1 കോടി സലാത്ത് ഇവിടെ ചൊല്ലി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൈടെക്കിലെയും മാജിക്സിലെയും വിദ്യാർത്ഥികൾ മാത്രമാണ് എങ്കിൽ ഈ സ്ഥാപനത്തിലെ 30,000-ൽ ചില്ലാനം വരുന്ന വിദ്യാർത്ഥികളൊക്കെയും തന്നെ അവരുടെ ചുണ്ടുകളിലൂടെ സലാത്തുകൾ ചൊല്ലുന്ന സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് വരുന്ന സലാത്തിന്റെ സമർപ്പണം നമ്മുടെ പബ്ലിക് സ്കൂളിൽ നമ്മുടെ വന്യരായ നൗഫൽ സാറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതേ പ്രകാരം തന്നെ കോടിക്കണക്കിന് വരുന്ന സലാത്തുകളുടെ സമർപ്പണം നമ്മുടെ വനിതാ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് വന്യരായ ശൈഖുന നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള സർവ്വജനങ്ങളോടുമായി ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള സലാത്ത്. ആ സലാത്ത് നമ്മുടെ അവിടെയും കോടിക്കണക്കിന് വരുന്ന സലാത്തുകളുടെ സമർപ്പണങ്ങൾ നമ്മുടെ സലാത്തിന്റെ വേദിയിൽ അരങ്ങേറുകയുണ്ടായി. ഇങ്ങനെ സലാത്തിലൂടെ മാത്രമേ വിശ്വാസിയുടെ സലാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ കരുത്താണ്. സലാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രതിരോധമാണ്. സലാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. സലാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ്. സലാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അവലംബമാണ്. സലാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ എല്ലാമാണ്. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിൽ ഇടതടവില്ലാതെ നിന്നുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും നിശ്ചലമാവാത്ത, നിരന്തരമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത ഈ പ്രപഞ്ചത്തിൽ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഒന്ന് മാത്രമാണ്. അത് മഹാനരായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത് ഒന്ന് മാത്രമാണ്. കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ നിരന്തരമായി അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നുണ്ട്, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നുണ്ട്. അതേ പ്രകാരം ഹൃദയത്തെ കൊണ്ട് ദിക്ർ ചൊല്ലുന്നുണ്ട്. അംഫാസിയായ ദിക്റുകൾ, റൂഹിയായ ദിക്റുകൾ, ഖൽബിയായ ദിക്റുകൾ, ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ നിരന്തരമായി ഈ ഉലകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അബുൽ ബശർ ആദം അലൈഹിസ്സലാം അവിടെ നിന്ന് തന്നെ തുടങ്ങിയതാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്റുകൾ, നാവ് കൊണ്ടുള്ള, ഹൃദയത്തെ കൊണ്ടുള്ള ഈ ദിക്റുകൾ നിരന്തരമായി ഈ ഉലകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യർക്കിടയിൽ. എന്നാലോ മാലാഖ ലോകത്ത് എപ്പോഴാണ് പടച്ച റബ്ബ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അന്നു തന്നെ മാലാഖ ലോകത്ത് പടച്ച റബ്ബിനുള്ള ദിക്റുകൾ നിരന്തരമായി നടക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ കോടിക്കണക്കിന് വരുന്ന വർഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്നെ, അവിടുത്തെ നൂറാണ്, അള്ളാഹുവിന്റെ ഖുദറത്താകുന്ന ഒളിവിൽ നിന്ന് പടച്ച റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ്. ആ ഒളിവാണല്ലോ ആദ്യമായി പടച്ച റബ്ബ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഒളിവിൽ നിന്നാണല്ലോ പിന്നീട് ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു ഘട്ടം മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരുന്നു. ആ സമയത്ത് മുത്തുനബി ചോദിക്കുന്നു ജിബ്രീലിനോട്, ജിബ്രീൽ, നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും എന്ന്. എത്ര വയസ്സായിട്ടുണ്ടാകും നിങ്ങൾക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം ആ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയാണ് ആദ്യം നൽകിയിട്ടുള്ളത്. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം ഓർത്തെടുത്തു പറയുകയാണ്, അല്ലാഹുവിന്റെ ഈ മഹത്തായ പ്രപഞ്ചത്തിന്റെ പ്രത്യേകമായ ഒരു കോണിൽ
70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദയം കൊള്ളുന്ന ഒരു കൗക്കബുണ്ട് നബിയെ. 70,000 കൊല്ലം വരുമ്പോൾ ഒറ്റത്തവണ മാത്രമേ ആ പ്രത്യേകമായ പോയിന്റിൽ ആ കൗക്കബിനെ കാണാനൊക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കൗക്കബുണ്ട്. ആ കൗക്കബിനെ എൻ്റെ ജീവിതത്തിൽ 72,000 തവണ കണ്ടത് ഞാൻ ഓർക്കുകയാണ് നബിയെ എന്ന് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. 70 × 72 എത്ര കോടി വർഷമായി എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ മറുപടി മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് വന്നപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു പോയി. അവിടുന്ന് പറഞ്ഞു, ഫബിഇസ്സത്തി റബ്ബി ഫബിഇസ്സത്തി റബ്ബി അന ദാലികൽ കൗകബു യാ ജിബ്രീൽ. ജിബ്രീലേ, എന്റെ രക്ഷിതാവിന്റെ പ്രതാപത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനദാലിക്കൽ കൗകബ്, നിങ്ങളാ പറഞ്ഞ കൗകബില്ലേ, അത് ഞാനായിരുന്നു ജിബ്രീൽ. അതാണ് നൂറു നബിയിക യാ ജാബിർ. ജാബിറെ, താങ്കളുടെ നബിയുടെ ഒളിവിനെയാണ് അല്ലാഹു ആദ്യമായി പടച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിന്റെ പൊരുൾ, ആ മുത്തുനബിയെയാണ്, അവിടുത്തെ ഒളിവിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചു വെച്ചിട്ടുള്ളത്. ആ ഒളിവിന്റെ ഡ്യൂട്ടി എന്താണ്? അവിടുന്ന് പടച്ച റബ്ബിന് ദിക്ർ ചെല്ലുകയാണ്. ഇങ്ങനെ മാലാഖ ലോകത്ത്, പടച്ച റബ്ബിന്റെ സൃഷ്ടി ലോകത്ത് മനുഷ്യരെന്നോ ജിന്നുകളെന്നോ മലക്കുകളെന്നോ മറ്റു ചരാചരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം പടച്ച റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെയും തന്നെ നിശ്ചലമായി പോകുന്ന, ഇത് ഇല്ലാതെയാകുന്ന ഒരു രംഗം ഈ ഉലകത്തിൽ വരാനിരിക്കുകയാണ്. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ ഇവിടെ ആരുമില്ല. പടച്ച റബ്ബിനെ ഓർക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ നാവ് കൊണ്ടാവട്ടെ, ഖൽബ് കൊണ്ടാവട്ടെ, റൂഹ് കൊണ്ടാവട്ടെ, ദിക്ർ ചൊല്ലാൻ ഒരാളും തന്നെ ഇല്ലാത്ത ഒരു കാലം ഇവിടെ വരാനിരിക്കുന്നു. എന്നാൽ ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ്, അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നു എന്ന് പടച്ച റബ്ബ് പറയുമ്പോ, ആ അല്ലാഹുവിന്റെ സ്വലാത്ത് ആരുടെ പേരിൽ? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അത് നിശ്ചലമായി പോകുന്ന ഒരു സമയം, ഒരു ഘട്ടം, ഒരു രംഗം ഇവിടെ പറയാനേ ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചെയ്യുന്നത്. ആ സ്വലാത്ത് നിശ്ചലമാകുന്ന ഒരു സമയം ഇവിടെ വരാനില്ല. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവായ സയ്യിദുൽ മുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ പടച്ച റബ്ബ് നമുക്ക് സെലക്ഷൻ തന്നു എന്നുള്ളത്, എന്നെയും നിങ്ങളെയും ഹബീബായ മുത്തുനബിയുടെ ഉമ്മത്തികളിൽ പെടുത്തി തന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. എന്തേ കാര്യം? ആഖിറ ലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഉമ്മത്തികളാണ്. ഈ ഭൂമി ലോകത്ത് ഏറ്റവും അവസാനമായി വരുന്നവരാണ് എങ്കിലും ആഖിറത്തിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നത് മുസ്തഫായ മുത്തുനബിയുടെ ഉമ്മത്തികളാണ്. മുത്തുനബിയുടെ ഉമ്മത്തികളിൽ പെട്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ആനുകൂല്യങ്ങളുടെ പെരുമഴകളാണ് ഈ ഉമ്മത്ത് അനുഭവിക്കുന്നത്. കുറച്ചൊന്നുമല്ല, അത് ധാരാളമാണ്, ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ആഗ്രഹിച്ചു പോയി, അവർ ആശിച്ചു പോയി, ആ ഹബീബായ മുത്തുനബിയുടെ ഉമ്മത്തികളിൽ ഞാനും ഒന്ന് പെട്ടിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള വലിയ സംരംഭങ്ങൾ നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ രക്ഷ, അതാണ് നമ്മുടെ സർവ്വവിധത്തിലുള്ള അവലംബവും മുത്തുനബിയിലൂടെയാണ്. അന ഖാസിമുൻ
ഞാനാണ് വീതം വെച്ച് കൊടുക്കുന്നവൻ. വല്ലാഹു യുഅ്തി, നൽകുന്നവൻ അല്ലാഹുവാണ്, നൽകുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ ആർക്ക്, എത്ര, എങ്ങനെ, ഏതളവിൽ, എത്ര രൂപത്തിൽ, അതെല്ലാം തന്നെ കണക്കാക്കി ഓഹരി വെച്ച് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് ആ മുത്തുനബിയെ അറിയാതെ പോവാൻ നിർവാഹമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പറ്റി പറയുമ്പോൾ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുവാനോ ചിന്തിക്കുവാനോ വിശ്വാസികൾക്ക് നിർവാഹമില്ല. ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനക്കങ്ങൾ, അവിടുത്തെ അടക്കങ്ങൾ, അവിടുത്തെ ചലനങ്ങൾ, അവിടുത്തെ മൗന അനുവാദങ്ങൾ, അവിടുത്തെ സ്റ്റേറ്റ്മെന്റുകൾ, അവിടുത്തെ സംസാരങ്ങൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ, അവിടുത്തെ സുവിശേഷങ്ങൾ, അവിടുത്തെ താക്കീതുകൾ എല്ലാം ഈ ഉമ്മത്ത് രേഖയാക്കി വെക്കുകയാണ്. ആ രേഖയാക്കി വെക്കുന്നതിന് വേണ്ടി അവരെടുത്തിട്ടുള്ള എഫേർട്ടുകൾ ലോക ചരിത്രത്തിൽ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഒരു നേതാവിൻ്റെയും വചനങ്ങളെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ആ നേതാവിൻ്റെ അനുയായികൾ, മുസ്തഫായ മുത്തുനബിയുടെ അനുചരന്മാർ സഹിച്ചതുപോലെയുള്ള ഒരു എഫേർട്ട് ലോക ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പണ്ടുകാലങ്ങളിൽ ഒരു മാസക്കാലമൊക്കെ യാത്ര ചെയ്ത് അങ്ങകലെ ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലത്ത് ഒരു മഹാനുണ്ടെന്നും ആ വ്യക്തിയുടെ അരികിൽ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, ഒരു പരിശുദ്ധ വചനമുണ്ടെന്നും അറിയുകയാണ് എങ്കിൽ ഏതു ത്യാഗവും സഹിച്ച് ആ ഒരു മാസക്കാലം യാത്ര ചെയ്ത് ആ ഹദീസുകൾ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി മഹാന്മാരാകുന്ന ഹദീസ് പണ്ഡിതന്മാർ യാത്ര ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ യാത്ര ചെയ്തവർ ഒപ്പിയെടുക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ തന്നെ ആരിൽ നിന്നാണ് ആ ഹദീസ് അവർ ഏറ്റെടുക്കുന്നത്? ആ വ്യക്തിയെ അവർ ശ്രദ്ധിക്കുകയാണ്. അവരുടെ ജീവിതം, അവരുടെ നിലപാടുകൾ, അവരുടെ ഉസ്താദുമാർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ജീവിത ചുറ്റുപാടുകൾ, അവരുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതകൾ എല്ലാം തന്നെ ചർച്ചയ്ക്ക് വിധേയമാവുകയും അങ്ങനെ അവയൊക്കെയും തന്നെ ചർച്ച ചെയ്തതിൻ്റെ ശേഷം കരണീയമാണെങ്കിൽ മാത്രമേ ആ വ്യക്തികളിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ അവർ പറ്റിയെടുക്കുകയുള്ളൂ. ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മുസ്തഫായ മുത്തുനബിയുടെ ഒരു ഹദീസ് അങ്ങകലെയുള്ള ഒരു വ്യക്തിയുടെ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഹദീസ് തേടിയിട്ട് മാസങ്ങളോളം യാത്ര ചെയ്തവിടെ എത്തുകയാണ്. എത്തിയ സമയം കാണുന്നത് എന്താണ്? ഒരു ആടിന് പച്ചിലകൾ ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നു. ആ ആട്ടിൻകുട്ടി സന്തോഷത്തോടു കൂടെ ആ പച്ചില ഭക്ഷിക്കുന്നതിന് വേണ്ടി ഓടി വരുന്നു. ഓടി അരികിലെത്തിയപ്പോൾ ഈ ഇലകൾ അദ്ദേഹം അങ്ങ് പൊക്കിക്കളയുകയാണ്, അതിന് കൊടുക്കാതെ. ഈ രംഗമാണ് കാണുന്നത്. മാസങ്ങൾ യാത്ര ചെയ്ത് ഈ ഹദീസ് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ പണ്ഡിതൻ വേണ്ട, ഈ മനുഷ്യന്റെ അരികിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ ഒരു മിണ്ടാ പ്രാണിയെ ചതിക്കുന്ന സ്വഭാവമാണ് ഇദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ഈ സ്വഭാവമുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഹദീസിന്റെ മേഖലയിലും അത്തരത്തിലുള്ള ഒരു ഈശ്വരി സ്വീകരിച്ചാലോ എന്ന പേടി മൂലം ഇങ്ങനെയുള്ള ഒരു വിഷയം കണ്ടതിൻ്റെ പേരിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് സ്വീകരിക്കാതെ തിരിച്ചു പോന്ന ചരിത്രം പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഉമ്മത്തിന് കൈമാറിയിട്ടുള്ള അവിടുത്തെ പരിശുദ്ധ വചനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മഹാമനീഷിയെ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് കാണാനൊക്കുകയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന ഖാസിമുൻ, ഞാനാണ് കേട്ടോ ഓഹരി വെച്ച് കൊടുക്കുന്നത്, ഏതാളുകൾക്കും ഓഹരി വെച്ച് കൊടുക്കുന്നത് ഞാനാണ്, നൽകുന്നത് റബ്ബാണ്, വല്ലാഹു യുഅ്തി, അല്ലാഹുവാണ് നൽകുന്നത്, പക്ഷേ ഓഹരി വെച്ച് കൊടുക്കുന്നത് ഞാനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു ഹൃദയബന്ധം നമ്മിലുണ്ടാവണം. ആ ഹൃദയബന്ധം ഹബീബായ മുത്തുനബിയോടുള്ള അധമ്യമായ മഹബ്ബത്താണ്. നോക്കൂ നിങ്ങൾ, മുസ്തഫായ മുത്തുനബി
അവിടുന്ന് വഫാത്തായിട്ടുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നുള്ളത്, റസൂലുള്ളാഹിയെ കാണുക എന്നുള്ളത്, ആർക്ക് കാണുക? മുത്തുനബിയുടെ ഖിയാമത്ത് നാൾ വരെയുള്ള അവിടുത്തെ ഉമ്മത്തികളുണ്ട് ഇവിടെ, അവർക്ക് ഡയറക്റ്റ്ലി റസൂലുള്ളാഹിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്ത് ജീവിച്ചവരല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ അവർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ മുസ്തഫായ മുത്തുനബിയെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നൂറ്റാണ്ട് 14 ശേഷം 15 ശേഷം വരുന്ന റസൂലുള്ളാഹിയുടെ ഉമ്മത്തികളിൽപ്പെട്ടവർ ആണ് എങ്കിൽ അവർക്ക് റസൂലുള്ളാഹിയെ കാണാം. 2 രൂപത്തിൽ കാണാം. എങ്ങനെ കാണാം? ഒന്ന് മനാമിൽ കാണാം, മറ്റൊന്ന് യഖ്ലത്തിൽ കാണാം. അഥവാ നേർക്കുനേരെ തന്നെ റസൂലുള്ളാഹിയെ കാണാം. ഈ ഒരു കാഴ്ചയെ, ഈ ഒരു പരിശുദ്ധമായ ദർശനത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മുടക്കം നിന്നിട്ടില്ല. അവിടെ അള്ളാന്റെ റസൂൽ അവിടെ ഹിജാബ് വെച്ചിട്ടില്ല. പിന്നെയോ അവിടുത്തെ ഉമ്മത്തികളിലെ ആർക്കും അത് കാണാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് പിന്നെ നമ്മൾ കാണാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി നമ്മുടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഇടയിൽ ആ പരിശുദ്ധമായ ദർശനത്തിന് അതിൻ്റെ ഇടയിൽ ഹിജാബിട്ടത് ആരാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയാണ്. നമ്മളാണ് അവിടെ ഹിജാബിട്ടിട്ടുള്ളത്, മറയിട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിനും അതേ നമ്മുടെയും റസൂലുള്ളാഹിയുടെയും ഇടയിൽ മറ തീർത്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മൾ എപ്പോഴാണോ ആ മറയെ പിൻവലിക്കുന്നത്, ആ സമയത്ത് നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനൊക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. ഒന്നരായ ശൈഖുന ഉസ്താദ് അവറുകൾ. ഹലോ